ഇന്നൊരു ക്രിസ്പി ചീസ് ബോൾസിൻ്റെ റെസിപ്പിയാണ്. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തതിന് ശേഷം വെള്ളം അല്പാൽപമായി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ കട്ടയില്ലാതെ കലക്കിയെടുക്കുക. ഒട്ടും കട്ടയോ തരിയോ ഉണ്ടാവാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം മാവിന്. അത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ശേഷം ഒരു പാത്രത്തിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊടിച്ചെടുത്തതും ചീസ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും പിന്നെ വേണ്ടത് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതാണ്. പിന്നെ ഒരല്പം പച്ചമുളക്. ഞാൻ എരിവ് കുറവ് മതി എന്നുള്ളത് കൊണ്ട് കുറച്ചേ ചേർത്തിട്ടുള്ളൂ. പിന്നെ സ്വീറ്റ് കോൺ വേവിച്ച് ഉടച്ചെടുത്തതാണിത്. അതിന് മൊത്തത്തിൽ ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കുക. മാവെല്ലാം നല്ലതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ ഉരുളകളാക്കി ഒരു പാത്രത്തിലേക്ക് വയ്ക്കുക. ഇത് ബ്രെഡ് ക്രംസ് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ആദ്യം ചെയ്തു വെച്ചിരിക്കുന്ന ഉരുളകൾ കോൺഫ്ലവർ മാവിലേക്ക് മുക്കി ബ്രെഡ് ക്രംസിൽ നല്ലതുപോലെ പൊതിഞ്ഞെടുത്തതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. എല്ലാ ബോൾസും ഇതേപോലെ ചെയ്തെടുക്കുക. എല്ലാ ബോളും ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് എടുക്കുക. ഒരു 15 മിനിറ്റിന് ശേഷം ഈ പാത്രം പുറത്തെടുക്കുമ്പോഴേക്കും ആ ബ്രെഡ് ക്രംസൊക്കെ അതിൽ പിടിച്ച് നല്ലതുപോലെ സെറ്റായിട്ടുണ്ടാവും. പിന്നെ അടുപ്പത്ത് ചീനച്ചട്ടി വെച്ചിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇതിൽ നിന്നും ഓരോ ബോളുകളെടുത്ത് എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ പൊരിച്ചെടുക്കുക. ഈ ഒരു നിറമാവുമ്പോഴേക്കും നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള ചീസ് ബോൾസ് തയ്യാറായി കഴിഞ്ഞു. ഇത് ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ചായയ്ക്ക് പറ്റിയ ഒരു പലഹാരവും കൂടിയാണ് ഇത്.